നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ ഒരു പച്ചടി കേട്ടോ, ഓണമൊക്കെ എല്ലാം അടുത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു പച്ചടി എന്ന് പറയുമ്പോൾ വളരെ ഹെൽത്തി ആയ ഒരു സംഭവം വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ചീര. അപ്പോൾ ഞാൻ ചുവന്ന ചീരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചച്ചീരയൊക്കെ എടുക്കാം. അപ്പോൾ എന്തായാലും സ്വാദിഷ്ടമായ ഹെൽത്തിയായ ഈ ഒരു പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുവരാം. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് ഒരു കെട്ടാണ് എടുത്തിരിക്കുന്നത്. ചുവന്ന ചീര എടുത്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ തണ്ട് കൂടി എടുക്കാം കേട്ടോ, ഇലയും അതുപോലെ തന്നെ തണ്ട് എന്ന് പറയുമ്പോൾ ഇളം തണ്ട് ഉണ്ടല്ലോ, ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള തണ്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം അതാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ അരപ്പിനായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ തൈര് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് കുറച്ചൊക്കെ വ്യത്യാസം വരുത്താട്ടെ. ഇപ്പം കുറച്ചല്ല ചീരയുള്ളൂ, അപ്പോൾ ചീര വെന്ത് വരുമ്പം കുറഞ്ഞു വരികയും ചെയ്യും. പിന്നെ 2 പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് എടുത്തത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വറുത്തിടാൻ കടുക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ 2 വറ്റൽമുളക്. ഇത്രയാണ് വേണ്ടത്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചീര ഇങ്ങനെ ചെറുതായിട്ട് അരിയാം കേട്ടോ. ചീര അതുപോലെ തന്നെ തണ്ടും ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. അപ്പോൾ ഞാൻ ചീര അരിഞ്ഞത് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുകയാണ്. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം കേട്ടോ. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ചേർക്കുന്നില്ല. അപ്പോൾ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് വെച്ച്, ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അല്ലാണ്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അടച്ചു വെക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, അപ്പോൾ അത് വെന്ത് കിട്ടും. അപ്പം നമ്മുടെ ചീരയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാൻ പോവാണ്. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ചിരകി വെച്ച തേങ്ങ, അതുപോലെ തന്നെ തൈര് ഞാൻ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു 1/4 ഭാഗം തൈര് ഞാൻ അരയ്ക്കുമ്പോൾ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിൻ്റെ പകുതിയോളം കടുക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ വേവിച്ച ചീര നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടിട്ടുണ്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ അരപ്പുണ്ടല്ലോ, നമ്മൾ തേങ്ങയും തൈരും എല്ലാം കൂടി അരച്ച അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. നമ്മൾ ചീര വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നോക്കിയിട്ട് ബാക്കി ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് ബാക്കി കുറച്ച് തൈരുണ്ടല്ലോ, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തൈര്, നമുക്ക് വേണ്ട ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി തൈരൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി വറുത്തിടണം. അപ്പോൾ കടുക് വറുത്തിടാൻ വേണ്ടിയിട്ടൊരു ചീനച്ചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തു ഒഴിച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ കടുക് ഇടാം. വറ്റൽമുളക്, അതുപോലെ തന്നെ കറിവേപ്പില പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല സ്വാദുള്ളതാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ചീരയൊക്കെ അതിൻ്റെ അളവിനനുസരിച്ച് എടുത്താൽ മതി. ഇപ്പം നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ. തൈര് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.